വേണ്ട, അതും വേണ്ട. പിന്നെ എന്നാ നിനക്ക് വേണ്ട? നിനക്ക് പിന്നെ എന്നാടി വേണ്ട? ബിസ്ക്കറ്റും വേണ്ട നിനക്ക്? ബിസ്ക്കറ്റും വേണ്ട, തീറ്റയും വേണ്ട, വെള്ളവും വേണ്ട. ഇതിനെ പട്ടിണിക്ക് കിടക്കാണോ? ചുമ്മാ ഒരു യാത്ര, ചുമ്മാ കേരളം കാണാൻ ഇറങ്ങിയതാ. നിനക്കൊന്നും വേണ്ട തിന്നാൻ? അപ്പോൾ ഇവിടെ കക്ക വരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വലയെറിയുന്ന ആളുകളുണ്ട്. ഇത് കണ്ട കക്ക വാരി കൂട്ടിയിട്ടിരിക്കുന്നതുണ്ട. അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. മണൽ അരിച്ചെടുത്താലേ ഉള്ളൂ ഇത് നടക്കത്തുള്ളൂ. അങ്ങനെ കടൽ കയറി വരുമ്പോഴത്തേനും അവിടുന്ന് മണൽ പിടിച്ചെടുക്കും. എന്നിട്ട് അത് അരിച്ച് കളയുന്നതാണ് കാണുന്നത്. ഒരു പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ തന്നെ ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. അമ്മച്ചിയൊക്കെ ഒരു മുറുക്കം കഴിഞ്ഞിട്ട് പതിയെ കക്ക വാരാൻ വേണ്ടി പോവാണ്. അതേസമയം തന്നെ ചേട്ടായിമാർ ഇവിടെ വല വീശാൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. രാമസ്വാമി ക്ഷേത്രം. തൃപ്രയാറിലെ ഒരു സൂര്യോദയമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഒഴുകുന്ന പുഴ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സീനാണിത്. ഇതുവഴിയാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി വന്ന് ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്.
തൃപ്രയാർ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ലാത്തതിനാൽ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. ഇതാണ് പ്രധാന കവാടം. ശ്രീരാമസ്വാമിയുടെ പേരിലുള്ള ആദ്യത്തെ ക്ഷേത്രത്തിലാണ് ഞാൻ എത്തിയത്. അപ്പോൾ നമ്മൾ തൃപ്രയാറാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് ഇവിടുത്തെ പെട്രോൾ പമ്പിൽ. അതിനുശേഷം രാവിലെ ഇറങ്ങിയതാണ്. ഇനിയിപ്പം നമ്മൾ പാവറട്ടി ഗുരുവായൂർ റൂട്ടിലാണ് പോകുന്നത്. തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണിക്കുവാനായിട്ടാണ് നമ്മുടെ യാത്ര. പക്ഷേ ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ അനുവാദം കിട്ടാത്തതുകൊണ്ടും താമസ സൗകര്യത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നമ്മൾ ചില ഏരിയയൊക്കെ ഒഴിവാക്കുകയാണ്. എന്നാലും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, കുഞ്ഞി ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് പാർക്കിംഗ് ഏരിയയിൽ. അപ്പോൾ കുഞ്ഞിനെയും കൂട്ടി രാവിലത്തെ ഭക്ഷണമൊന്നും അവർക്ക് കൊടുത്തില്ല, പോകുന്ന വഴിയിൽ കൊടുക്കണം. അപ്പോൾ കുഞ്ഞിനെയും കൂട്ടി യാത്രയിലാണ്. സങ്കടപ്പെട്ടിരിക്കുകയാണ് ആള്. ഡി പോവാം, മാറിയിട്ട് ഇറക്കാം കേട്ടോ. ഇവിടെയെല്ലാം നായ്ക്കുട്ടികളാണ് കേട്ടോ. ആ ഓക്കെ. അപ്പത്തെ നമ്മൾ തൃപ്രയാറിൽ നിന്ന് നേരെ സ്നേഹതീരം ബീച്ചിലോട്ട് പോവുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഹൈവേയിലാണ് പോകുന്നത്. വലിയ ആൾബഹളമുള്ള സമയത്താണ് നമ്മൾ പോകുന്നത്. രാവിലത്തെ സമയമാണ്. ഇന്നലെ നമ്മൾ കണ്ട ബസ്സുകാരാണ്, അതുകൊണ്ടാണ് അവർ ഓണടിച്ച് പോയത്. ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഒരു ചേട്ടൻ പൊക്കോട്ടെ. നമ്മൾ പതിയെ ഔട്ടർ പിടിച്ച് പതിയെ അങ്ങ് പോവുകയാണ് നമ്മുടെ സൈക്കിൾ വേയിലൂടെ. ഇതാണ് നമ്മുടെ സൈക്കിൾ വേ. വലിയ വണ്ടി പോകുമ്പോഴുള്ള കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊപ്പം വരും. ഈ പെണ്ണ് ഹൈവേയിൽ സൂചിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, മണ്ണിറക്കിയിട്ടിരിക്കുന്നുണ്ടോ ഹൈവേയിൽ. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ് വരുന്നതിൻ്റെയാണ്. ഇതന്നേരം അതിൻ്റെ ബൈ റോഡായി മാറും. അപ്പത്തേക്ക് നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ അപ്പത്തേക്ക് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് അല്ലേ? നമസ്കാരം. വണ്ടി പോക്കോട്ടെ. അപ്പോൾ വണ്ടിക്കാരൊക്കെ നമുക്ക് സൈഡ് തരുന്നുണ്ട്. ഞാൻ വണ്ടിക്കാർക്ക് സൈഡ് കൊടുക്കുന്ന കേട്ടോ, വണ്ടിക്കാരെ എനിക്ക് സൈഡ് തരുന്നതല്ല. അപ്പോൾ പതിയെ ഹൈവേയിലൂടെ നമ്മൾ പതിയെ അങ്ങനെ അങ്ങ് പോവാണ്. അപ്പം ഞങ്ങൾ വന്ന് ഇവിടെ തൃപ്രയാറിൽ നിന്ന് ഗുരുവായൂർക്കുള്ള റൂട്ടിലാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ ബീച്ച് സൈഡിലോട്ടൊന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത് പുതിയൊരു ബീച്ച്, അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബീച്ച് കാണാൻ പറ്റി. ഇതുണ്ടോ, ഒരു ചെറിയ പൊഴിയുടെ അടുത്താണ് ഈ ബീച്ച്. ഈ ബീച്ചിൻ്റെ പേര് ഇവർ പുതിയതായിട്ട് ഇട്ടിരിക്കുന്നതാണ്, ഓഹോ ബീച്ച് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ബീച്ചാണിത്. ഈ കടകളൊക്കെ പ്രൈവറ്റാണ്, ഇത് ലീസിനെടുത്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് അവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, റെസ്റ്റോറൻ്റ് ആണെങ്കിലും ബുള്ളറ്റ് കഫേ എന്നൊക്കെ കഫറ്റേറിയ എന്നൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള ഇരിപ്പിടങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതുണ്ടോ, മൊത്തം ഇലുമിനേഷൻ നടത്തി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സീരിയൽ ബൾബുകളെല്ലാം ഇട്ട്
അടിപൊളി സൂപ്പറാക്കിയിരിക്കുന്ന ഒരു ബീച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് കൂടാതെ പല രീതിയിലുള്ള സെറ്റിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കടകൾ ഒരുപാടുണ്ട്, ഐസ്ക്രീം പാർലറുകളുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചാലുകൾക്ക് നടുവിലൂടെ കുറുകെ പാലങ്ങൾ പണിത് അതൊക്കെ ഇലുമിനേഷൻ നടത്തി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടാനുള്ള സ്റ്റാൻഡുകളെ, പിന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്ന് കഴിക്കാനുള്ള സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ വേരുകളിൽ നിന്നും അവർ തന്നെ കണ്ടെടുത്ത ചില രീതികളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ആനയുടെ ഒരു ശില്പം പോലെ, ഒരു ഒട്ടകത്തിൻ്റെ ശില്പം പോലെ, ഒരു മനുഷ്യൻ്റെ ശില്പം പോലെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ മുഴുവൻ തടികളിൽ തീർത്ത സിറ്റിംഗ് ഏരിയ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ മനോഹരമായ സിറ്റിംഗ് ഏരിയ. കൂടാതെ ഇതിനോടനുബന്ധിച്ച് തന്നെ വീണ്ടും പാലങ്ങളൊക്കെയാണ്. ഐസ് ബോട്ടും ജ്യൂസ് ബോട്ടും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. അതുകൂടാതെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ കണ്ടത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒരു നമ്മുടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വരുന്നവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വാഷ് ഏരിയയും ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒക്കെ അവർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ളതും പാലങ്ങളിലൂടെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യാനുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നത്തെ ഇവിടെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അശോകൻ ചേട്ടൻ്റെ കടയാണ്. അശോകൻ ചേട്ടൻ്റെ കടയിൽ എല്ലാ സാധനങ്ങളും കിട്ടും. ചായയുണ്ട്, ചെറുകടികളുണ്ട്. അങ്ങനെ അശോകൻ ചേട്ടനും കടയും മാത്രമാണ് ഇപ്പം ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടിപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ പണികളൊക്കെ നടന്ന് തീർന്നു വരുന്നതേ ഉള്ളൂ, അല്ലേ അശോകൻ ചേട്ടാ? ആ, റെസ്റ്റോറൻ്റൊക്കെ അല്ലേ? ഐസിൻ്റെയും റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒക്കെ അല്ലേ? വൈകുന്നേരങ്ങളിലാണ് ആളുകൾ വരുന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു 10-11 മണിയായപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി സൈക്കിളും തള്ളി ഇവിടെ വന്നതേ ഉള്ളൂ. അപ്പോഴത്തെ ഈ അശോകൻ ചേട്ടൻ്റെ കട മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോഴത്തെ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ വളഞ്ഞു കിടക്കുന്ന തെങ്ങിനെ ഒരു ഇരിപ്പിടമാക്കിയിരിക്കുകയാണ്. അടിപൊളിയാണത്. അതുപോലെ തന്നെ ഇവിടെ 2 ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ട് തടി കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആരാണേലും ഇത് ചെയ്തിരിക്കുന്നവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ചെയ്തിരിക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, വന്നു കഴിഞ്ഞാലും നമുക്കൊരു പഴമ തോന്നുന്ന രീതിയിലുള്ള പണികളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ എങ്ങനെ, പാഴ്ത്തടികളാണേലും പാഴ്വസ്തുക്കളാണേലും അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇവർക്കറിയാം. ഇത് കണ്ടോ, നല്ലൊരു ഇരിപ്പിടം ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മളെ ബസ് സ്റ്റോപ്പിലെ ഇത് വെയിറ്റിംഗ് ഷെഡ് പോലെയല്ല, അതിലും മനോഹരമായിട്ടാണ് കുറഞ്ഞ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയായാലും നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിരുന്ന ആൾക്കാർക്ക് സുഖമായിട്ടിരിക്കുമായിരുന്നു. മറ്റേ ഇരുമ്പിൻ്റെ പൈപ്പേൽ കയറി ചന്തി പുറകിലും നടു കമ്പിക്കടയിലും ഒക്കെ ആക്കി ഇരിക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇവിടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബീച്ചാണേലും നല്ല രസകരമായ ഒരു ബീച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് മുൻപ് മണ്ണെടുത്ത് പോയതാണ്, കടൽ കയറിപ്പോയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കടൽ കയറി വന്നതുകൊണ്ട് അത്രയും ഇറക്കത്തിലോട്ട് ആൾക്കാർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇത് കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. നന്നായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. അപകടം കുറവാണ്. അപകടം കുറവെന്ന് പറഞ്ഞാൽ ഇതിനെ കഴിഞ്ഞ് ഒരു 30-40 മീറ്റർ അപ്പുറത്ത് കിടന്ന കടലാണ്. പക്ഷേ പ്രകൃതിക്ഷോഭങ്ങളും പിന്നെ ഇപ്പോൾ കടൽ കയറ്റം കൂടുതലാണ്. അങ്ങനെ കയറി വന്നതാണ്. ഇതൊക്കെ സ്വന്തം ആളുകളുടെ സ്ഥലമാണ്. ഇതിനപ്പുറത്തോട്ട് 50 മീറ്ററാണ് ശരിക്കും കടലുണ്ടായിരുന്നത്. അതിപ്പോൾ കയറി ആൾക്കാരുടെ പ്രോപ്പർട്ടി എടുക്കുന്ന രീതിയിലായി.
ഇതുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല ആംബിയൻസ് ആണ്. രാത്രിയിൽ ഈ ലൈറ്റുകളെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഇവിടെ വേറൊരു ലെവലാണ് കേട്ടോ. ശരിക്കും ഒരു കാർണിവൽ ഗ്രൗണ്ട് പോലെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഇനി ഇവിടെ സാധ്യതകളുണ്ട്. ഇവിടെയൊക്കെ കടകൾക്കുള്ള സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ലൈറ്റ് ട്രീ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ആൾക്കാർക്ക് വന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യമാണത്. അപ്പോൾ ഈ ചെറിയ ചെറിയ ഐസ്ക്രീം ആളുകളൊക്കെ ഇങ്ങനെ വന്ന് സംഭവങ്ങൾ ഇവിടെ കച്ചവടം നടത്തുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ആൾക്കാർ ലീസിനെടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അശോകൻ ചേട്ടനാണെങ്കിലും അത് വാടകയ്ക്ക് എടുത്ത് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഈ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലായിടത്തും പോകാനുള്ള പരിമിതി നമുക്കുള്ളതുകൊണ്ട് ഞാനും കുഞ്ഞി ഇങ്ങനെ പതിയെ അല്ലേ ഓഹോ ബീച്ചിൽ വന്നിരിക്കുകയാണ് അല്ലേ. കുഞ്ഞിനെ ഒന്ന് ഇറക്കിയിട്ട് കയറ്റിയതാണ് കേട്ടോ. അവൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുക. ഇനിയിപ്പോൾ അവൾക്ക് തീറ്റ വേണമെന്നാണ് പറഞ്ഞു. തീറ്റ വേണോ അടി? തീറ്റയും കൂടി കഴിക്കാം. തീറ്റ വെക്കുന്നുണ്ട്. കുഞ്ഞി കഴിച്ചിട്ട് കിടന്നോണം. അത് കഴിയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ വാങ്ങിച്ചു തരാം. ഇന്നലെ കഴിച്ച ചിക്കൻ ഇപ്പോഴും വായിൽ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത് തിന്നാതെ കിടക്കുന്നത്. പക്ഷേ കൈ കയറ്റി വെക്ക്. കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ അത് തിന്നും. കാരണം വിശപ്പ് വരും. കൈ കയറ്റി വെക്ക്. അപ്പോൾ ശരി, നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ റൂട്ടിൽ പോവുകയാണ്. അപ്പോൾ അശോകേട്ടാ പോയേക്കുവാണേ. നമസ്കാരം. അപ്പോൾ ആരും മറക്കണ്ട, നമ്മൾ തൃപ്രയാറിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുമ്പം ഇങ്ങോട്ട് വരിക. ഇവിടെ ഈ മെയിൻ ബീച്ചിൻ്റെ പേരിന് സ്നേഹതീരം ബീച്ചിൻ്റെയും അപ്പുറത്തെ റിസോർട്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഓഹോ ബീച്ച്. അപ്പോൾ ഓഹോ ബീച്ചിൽ ഈ അശോകൻ ചേട്ടനെ ആരും മറക്കണ്ട അല്ലേ. നമ്മുടെ കട കണ്ടല്ലോ, കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ചാടി കുളിക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ വരുന്നുണ്ട്. ഇതുണ്ട്, രണ്ടുപേരും അവിടെ തകർത്താഴുകയാണ്. വെള്ളം ആഴമൊന്നുമില്ല കേട്ടോ. അവരുടെ അരയ്ക്കൊപ്പം വെള്ളമേ ഉള്ളൂ. ഒരാൾക്ക് ഇതാകാനുള്ള വെള്ളമേ ഉള്ളൂ. വേലിയേറ്റം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കയറത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ അപകടമൊന്നുമുള്ള സ്ഥലമല്ല. സുഖമായിട്ട് ഇവിടെ നീന്തി കളിക്കാം കുട്ടികൾക്ക്. ഇവിടെ മുഴുവൻ രാത്രിയാണ് ഇതിൻ്റെ വൈബ്. രാത്രി ഫുള്ള് ലൈറ്റെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും വേറൊരു ലെവലാണ്. പക്ഷേ നമുക്ക് രാത്രി വരെ തങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ വെളുപ്പിനെ വരെ ഉണ്ട് കേട്ടോ ഈ കടകളൊക്കെ. അവരൊക്കെ 3 മണിക്ക് തുടർന്ന് വൈകുന്നേരങ്ങളിൽ മുഴുവനുണ്ട്. പിന്നെ ശനി ഞായറൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തെങ്ങുകൾക്കൊക്കെ അടിയിലിരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ ഞൊണഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ചില്ലടിക്കാൻ വേണ്ടി വരാൻ പറ്റുന്ന സ്ഥലമാണിത്. അപ്പോൾ മറക്കണ്ട, ഓഹോ ബീച്ച്. അപ്പോഴത്തെ വരുന്ന വഴിക്ക് കണ്ടതാണ്. ഇതാണ് പുളിക്കക്കടവ് പാലം. അപ്പോഴത്തെ നല്ല പച്ച കളറിൽ നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചെളിയാണോ എന്നറിയില്ല. ഇപ്പം ചെളി കയറുന്നുണ്ട്. അപ്പോഴത്തെ വിശാലമായ പുഴ. അത് പല വഴികളായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. അവിടെ ഒരു തുരുത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു അടിപൊളി തുരുത്ത് കാണാം. അതുപോലെ തന്നെ ബോട്ടിയെട്ടി കാണാം. ഇതുണ്ട്, അവിടെ ഒരു തുരുത്താണ്. ഇത് എത്ര ഭാഗത്തോട്ടാണ് തിരിഞ്ഞു പോകുന്നതെന്ന് അറിയില്ല. 1-2 തുരുത്ത് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പൂവന്തുരുത്ത് പാലത്തിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. മുഴുവൻ ചെളി ഇറങ്ങി വരുന്നുണ്ട്. വെള്ളം ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട്.